ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ കളി ഇനി കേരളത്തിലല്ല, കേരളത്തിൻ്റെ പുറത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ്. ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ നമ്മൾ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഉണ്ടായത്. ഇന്ന് നാളെ പോവുക, അങ്ങനെ ഒരു പോക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ മാറ്റി ഒരുങ്ങി സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ നേരം ബസ് കാത്ത് നിന്നിട്ട് ബസ് കിട്ടാതെ വന്നപ്പോൾ അവിടെ അന്വേഷിച്ചാൽ പറഞ്ഞു ബസ് ഇന്നില്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ നേരെ ഒരു ഓട്ടോ വിളിച്ച് ആര്യമ്പാവ് പോയി. ആര്യമ്പാവിൽ നിന്ന് നേരെ ഞങ്ങൾ പാലക്കാട്ടേക്കുള്ള ബസ്സിന് കയറി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. പോണം പോണ്ട എന്നുള്ള 2 തോണിയിലായിരുന്നു കാലം. അതുകൊണ്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ഉമ്മയും മോനും പിന്നെ എൻ്റെ ഒരു കസിനും പിന്നെ അനുമോനുമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്നാക്സും വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വന്ന ട്രെയിനിൽ നോക്കിയപ്പോൾ നല്ല തിരക്ക് ഗൈസ്. അപ്പോൾ ആ ട്രെയിനിൽ ഞങ്ങൾ കയറിയില്ല. അപ്പോൾ വേഗം ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് പിന്നെ വന്ന ട്രെയിനിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലും കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഒരുപാട് സമയം വൈകല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ തന്നെയായിരുന്നു കേട്ടോ. ആരും ഉണ്ടായില്ല, തിരക്കേ ഉണ്ടായിരുന്നില്ല. പോകുന്നത് അതുവരെ എത്തുന്നത് വരെ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. രാത്രിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു യാത്രാക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ചൂടും കമ്മിയായിരിക്കും. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും. സീറ്റും വേണം. നമ്മൾ ബുക്ക് ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പണിവാളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അവിടെ എത്താം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ അവിടെ എത്തുന്നത് വരെ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാപ്പിയും ചായയൊക്കെ വന്നത് അങ്ങനെ വാങ്ങി കുടിച്ച് ഇരുന്നും കടന്നും ഉറങ്ങിയും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈമിലൊക്കെ ഉണ്ടോ ഞങ്ങൾ ചെന്നൈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ടാക്സി വിളിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചായ കുടിച്ച് നേരെ ടാക്സിയും വിളിച്ച് അങ്ങനെ പോയിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങി നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോസ് ഒന്നും എടുത്ത് അങ്ങനെയൊന്നും പോയില്ല. കാരണം നമുക്ക് യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എന്താ ഏതാന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി എന്ന് മാത്രം. റൂമിലേക്ക് എത്തി പിന്നെ അവിടുന്ന് ഓരോ കാലിച്ചായും കുടിച്ച് എല്ലാവരും റെസ്റ്റ് എടുക്കുകയുണ്ടോ. പിന്നെ ഓരോരുത്തർക്ക് വിശക്കാൻ തുടത്തിയ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്നുള്ള തയ്യാറെടുപ്പിലായിട്ടോ. താഴെ വന്ന് നിൽക്കണ ആ വണ്ടി വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വേസ്റ്റിൻ്റെ വണ്ടി വരുന്നതും കാര്യങ്ങളൊക്കെ. ഭക്ഷണം കഴിക്കണത് റൂമിൽ നിന്നല്ല കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറയുമ്പോൾ എവിടുന്നാന്ന് വിചാരിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ്റെ മകൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവരിവിടെ വീട് റെൻറ്റിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇവിടെയാണ്. പിന്നെ ഇവിടെ ക്യാൻറ്റീനാണ്. നമ്മളൊരു കമ്പനിയിലൊരു ക്യാൻറ്റീനാണ്. ഇതുവരെ പൂച്ചയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ക്യാൻറ്റീനിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് പോകാൻ മാത്രമുള്ള ദൂരമേ ഉള്ളൂ. അത് തൊട്ടടുത്ത് തന്നെ ഒരു വീട് കിട്ടിയപ്പോൾ അങ്ങനെ ആ ഒരു വീട് എടുത്തു എന്നുള്ളൂ കേട്ടോ. പോണ വഴിക്ക് ഒരുപാട് പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ നമ്മളെ കൂടെ പോരുകയാണ്. പിന്നെ ഇതാണ് ക്യാൻറ്റീന്. നമ്മൾ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ഞങ്ങൾ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ വരുന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. അമ്മയൊക്കെ അവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ചെന്നപ്പോഴത്തേക്കും ഇതാണ് അബ്ബ. എൻ്റെ ഒരുപാട് വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ അബ്ബയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലാണ് പോലെ ഉച്ചക്കത്തേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അതൊക്കെ നോക്കി ഞാൻ അടുക്കളയിലൊക്കെ പോയി സെറ്റ് ചെയ്ത്. അവിടെ അടുക്കളയിൽ കയറണമെങ്കിലൊക്കെ ഭയങ്കര ചിട്ടകളാണ് കേട്ടോ. നമ്മൾ തലമുടി കാണാൻ പാടില്ല, താടി പാൻറ്റ് ഇടണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അവിടെ ഭയങ്കര നോട്ടമുള്ള സ്ഥലമാണ്. ചെന്നപാടെ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാവരോടും സംസാരിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഓല് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദോശ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദോശ ഉണ്ടായിരുന്നില്ല, ഭൂരിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടി എന്ന് പറയുമ്പോൾ ദോശയുണ്ട്. ഏറ്റവും ഇഷ്ടമില്ലാത്ത കടി എന്ന് പറയുമ്പോൾ ഭൂരിയാണ്. ഭയങ്കര സങ്കടമായിട്ട് അത് കണ്ടപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഫുൾ ദോശേനുള്ള കളിയായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, പൊങ്കൽ എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കറികളൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഭൂരി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്ക് പോകുന്നു കേട്ടോ. ഫുള്ള് കറങ്ങുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ഷീണം കാരണം അവിടുന്ന് റൂമിലേക്ക് എത്തിയാൽ മതി എന്നായിരുന്നു. പിന്നെ റൂമിൽ വന്ന് കുറേ നേരം കിടന്ന് രാത്രിയാണ് ഞങ്ങൾ മാളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മാളിൽ പോയി നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇമോജി ആണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എന്നാൽ പിന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ കമൻറ്റ് ചെയ്തോട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചെന്നൈ വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ.